അവനവനെ അറിയുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ പരമമായ ലക്ഷ്യം. അറിയുന്നവൻ ആയിരിക്കുന്ന എന്നെ കണ്ടെത്തുന്നതിനെയാണ് ആധ്യാത്മികതയുടെ പൂർണ്ണത അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ആധ്യാത്മികത ഇന്ന് നിലനിൽക്കുന്ന മതത്തിൻ്റെതായ ഒരു ഫ്രെയിമിനകത്തേക്ക് വരികയും അതുകൊണ്ട് തന്നെ ദൈവം വെളിയിലാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അന്വേഷിക്കുന്നവൻ പോലും ഇല്ല എന്ന കണ്ടെത്തലിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. ദൈവം ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യാൻ, അത് നിശ്ചയിക്കാൻ ഞാനിവിടെ ഉണർന്നിരിക്കുക തന്നെ വേണം. അതാണ് അതിൻ്റെ ഒരു അത്ഭുതകരമായ യുക്തി. എല്ലാ ജീവജാലങ്ങളെയും തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ കാണുക, കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മെ ആ സത്യദർശനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഒന്നിനെ ദേവതയായിട്ടും ഒന്നിനെ ചവിട്ടുപടിയായിട്ടും കാണുന്ന ആ ഉൾക്കാഴ്ച, കാഴ്ചയുടെ ദർശനത്തെയാണ് ഇവിടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. മതം നമുക്ക് പ്രമാണമല്ല, മതത്തിന് നമ്മളാണ് പ്രമാണം. മമവർമ്മ അനുവർത്തന്റെ മനുഷ്യാഹ പാർത്ഥ സർവശക എന്ന് ഭഗവത്ഗീത പറയും. നമസ്കാരം. എന്താണ് ആധ്യാത്മികത എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പൊതുവെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നതിൽ പലതരത്തിലുള്ള പാരമ്പര്യ വിശ്വാസങ്ങളും കൂടിക്കലരാണ്. യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്നാൽ അവനവനെ സംബന്ധിച്ചത് എന്നാണ് ആ വാക്കിന് തന്നെ അർത്ഥം. അവനവനെ സംബന്ധിച്ചത്, അവനവനെ അറിയുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ പരമമായ ലക്ഷ്യം. ഞാൻ എന്താണ് ഈ ഞാൻ എന്നുള്ള അന്വേഷണവും ആ ഞാനെന്നുള്ള ബോധത്തെ അറിയുന്ന വഴിയെ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന വഴിയെ ആധ്യാത്മികത എന്ന് പറയും. എന്നാൽ പൊതുസമൂഹത്തിൽ പല മതവിശ്വാസങ്ങളിലൂടെ നിലനിൽക്കുന്ന ആശയം മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് അത് മാറുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ദൈവവും എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നവൻ ഒരു വ്യക്തിയാണ്. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ദൈവത്തെ അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നവൻ അന്വേഷിക്കപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനം. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് വിജ്ഞാതാരം അരേ കേന വിജാനീയാത്. അറിയുന്നവനെ എങ്ങനെ അറിയും? അറിയുന്നവനെ ആര് അറിയും? അപ്പം അറിയുന്നവൻ ആയിരിക്കുന്ന എന്നെ കണ്ടെത്തുന്നതിനെയാണ് ആധ്യാത്മികതയുടെ പൂർണ്ണത അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ വെളിയിലൊരു ദൈവം ഇല്ല, പക്ഷെ വെളിയിൽ ദൈവമുണ്ട് എന്നുള്ള നിലയിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയും അത്തരത്തിലുള്ളൊരു അനുഭൂതികളിലേക്ക് മനസ്സ് ചെന്നെത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മനസ്സ് ഉണ്ടാക്കി കാണിക്കുന്ന മായ കാഴ്ചകൾ മാത്രമാണ് എന്നാണ് ഭാരതീയമായ തത്വദർശനം. അത് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും, പ്രത്യേകിച്ച് ഭാരത മണ്ഡലത്തിൽ ഉദിച്ചുയർന്ന ശങ്കരാചാര്യർ തൊട്ട് ഇങ്ങ് ശ്രീനാരായണ ഗുരുദേവൻ വരെ എത്തി നിൽക്കുന്ന എല്ലാ മഹാത്മാക്കളുടെയും പ്രഖ്യാപനം അതുതന്നെയാണ്. പക്ഷെ അതിൻ്റെ മറ്റൊരു വീക്ഷണത്തിൽ, മറ്റൊരു തലത്തിൽ അതിനെ സമീപിക്കുമ്പോൾ പലപ്പോഴും ആധ്യാത്മികത ഇന്ന് നിലനിൽക്കുന്ന മതത്തിൻ്റെതായ ഒരു ഫ്രെയിമിനകത്തേക്ക് വരികയും അതുകൊണ്ട് തന്നെ ദൈവം വെളിയിലാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അന്വേഷിക്കുന്നവനെയാണ് മുഖ്യമായിട്ടും ഇവിടെ ലക്ഷ്യം. അന്വേഷിക്കുന്നവൻ ആരാണ്? ഞാനാണ് അന്വേഷിക്കുന്നത്. ഞാൻ എന്താണ്? അല്ലെങ്കിൽ ഈ അഹം എന്ന് പറയുന്ന ഈ വേക്കിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ അന്വേഷിക്കുന്നവൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ള ആ ഏകമായ അറിവിനെയാണ് അദ്വൈതം. ചുരുക്കത്തിൽ അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നവൻ പോലും ഇല്ല എന്ന കണ്ടെത്തലിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്ന് എന്ന് പറയുന്ന ഒന്നിൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ശുദ്ധമായ ആധ്യാത്മികത എന്തെന്നാൽ അവനവനെ സംബന്ധിച്ചത് എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ആശയത്തിലേക്ക് വരുന്നത്. അവനവനെ സംബന്ധിച്ചത് എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ യഥാർത്ഥ അർത്ഥം. അതുതന്നെയാണ് ലക്ഷ്യവും, എന്നെ അറിയുക എന്നുള്ളത്. ഞാൻ മറ്റ് വസ്തുക്കളിലൊന്നും എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും ദൈവത്തെ തേടുമ്പോഴും ഒരുപക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അങ്ങനെയാണ് എങ്കിൽ ദൈവത്തെ പ്രൂവ് ചെയ്യാൻ, ദൈവം ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യാൻ, അത് നിശ്ചയിക്കാൻ ഞാനിവിടെ ഉണർന്നിരിക്കുക തന്നെ വേണം. അതാണ് അതിൻ്റെ ഒരു അത്ഭുതകരമായ യുക്തി. അതുകൊണ്ട് ഭാരതീയ ദർശനം അല്ലെങ്കിൽ ഉപനിഷത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം
അത് ഗുരുദേവ കൃതികളിലൊക്കെ കാണാൻ കഴിയുന്ന അത് അന്വേഷിക്കുന്നവൻ ഞാനാണ്, എന്നിൽ നിന്ന് ഭിന്നമല്ല ഈ ലോകം. അതുകൊണ്ട് യുക്തിയുക്തമായിട്ട് മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. യുക്തി വിചാരത്തിലൂടെയാണ്, യുക്തി ചിന്തയിലൂടെ മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ എന്നാണ് ഭാരതത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനം. അതാണ് വസ്തുസിദ്ധിർ ന വിചാരേണ ജായതേ ജ്ഞാനമുത്തമം. വസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള യുക്തിയുക്തമായ വിചാരമാണ് ഉത്തമമായ ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയാറുണ്ട്. യുക്തിയുക്തമായിട്ടുള്ളത്, ദാർശനികമായതൊക്കെ യുക്തി അധിഷ്ഠിതമായിരിക്കണം. യുക്തിക്ക് സ്വീകാര്യമല്ലാത്ത വിശ്വാസങ്ങളെ തള്ളിക്കൊണ്ട് യുക്തിക്ക് ചേരുന്നതായിട്ടുള്ള ആശയങ്ങളുടെ അടുക്കത്തിലും ചിട്ടയിലും അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ, സത്യത്തെ കണ്ടെത്തുമ്പോൾ, അങ്ങനെ കണ്ടെത്തപ്പെടുന്ന സത്യം തന്നിൽ നിന്ന് ഭിന്നമാണ് എങ്കിൽ അതൊരുപക്ഷെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മിൽ നിന്ന് ഭിന്നമായ ഒരു സത്യത്തെ നാം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്നവൻ ബാക്കി നിൽക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമതൊന്നിനെ അറിയാനാവുകയുള്ളൂ. ഈശ്വരനായാലും അത് രണ്ടാമത് എൻ്റെ മുന്നിൽ ഇങ്ങനെ വരണം. ഇപ്പം എൻ്റെ മുന്നിൽ ക്യാമറ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഈ ഞാൻ എന്താണ് എന്ന് അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. അപ്പം എന്നെ അറിയുക, ഞാൻ അന്വേഷിക്കപ്പെടുന്ന ദൈവത്തിൽ നിന്ന് ഭിന്നമല്ല. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തൊക്കെ പറയുന്നത് അന്വേഷിക്കുന്നവനിൽ ഈശാവാസ്യം, ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരൻ മാത്രമാണ്, ദൈവം മാത്രമാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, എല്ലാ ജീവജാലങ്ങളെയും തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ കാണുക. കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മെ ആ സത്യദർശനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങിയ ഗുരുവിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അകത്തിരിക്കുന്ന വിഗ്രഹം ശിലയല്ലേ? അകത്തേക്ക് കയറിപ്പോകുന്ന പടിയും ശിലയല്ലേ? രണ്ടും കരിങ്കല്ലാണല്ലോ. പിന്നെ ഈ അകത്തേക്ക് കയറിപ്പോകുന്ന ശിലയെ ദേവതയായിട്ട് കാണാതെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ശിലയെന്ന ബിംബത്തെ എന്തുകൊണ്ടാണ് ദൈവമായിട്ട് കാണുന്നത്, ദേവതയായിട്ട് കാണുന്നത്? രണ്ടും ശിലയാണല്ലോ എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു മറിച്ചൊരു ചോദ്യമാണ് അയാളോട് ചോദിച്ചത്. ഗുരുദേവൻ പതിയെ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. അമ്മയുണ്ടോ? ഉണ്ട്. സഹോദരിയുണ്ടോ? ഉണ്ട്. ഭാര്യയുണ്ടോ? ഉണ്ട്. മകളുണ്ടോ? ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് എന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. ഗുരു പിന്നീട് ചോദിച്ചത്, ഇവരെ എല്ലാവരെയും ഒരുപോലെയാണോ കാണുന്നത് എന്നാണ്. അമ്മയെയും മകളെയും ഭാര്യയെയും സഹോദരിയെയും അതാത് ഭാവത്തിൽ കാണുന്നത് പോലെ, പക്ഷെ എല്ലാവരും സ്ത്രീയാണ്. അതുപോലെ ഇവിടെ അത് ശിലയാണെങ്കിലും ഒന്നിനെ ദേവതയായിട്ടും ഒന്നിനെ ചവിട്ടുപടിയായിട്ടും കാണുന്ന ആ കാഴ്ചയുടെ ദർശനത്തെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത്. നാം കാണുന്നതാണ്. നാം ഇതിനെ എല്ലാമായിട്ടും ബ്രഹ്മമായിട്ട് കാണുകയാണ്, ഈശ്വരനായിട്ട് കാണുകയാണ്. കാരണം എന്താണ്? ഞാനാണ് ഇതിലെ എല്ലാത്തിലെയും ദർശിക്കുന്നത്, ഞാനാണ് ഇതിനെ പ്രൂവ് ചെയ്യുന്നത്, ഇത് ഉണ്ട് എന്ന് തെളിയിക്കുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് കൂടിയ സർവമത സമ്മേളനത്തിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന CV കുഞ്ഞിരാമൻ ഗുരുവിനെ വന്ന് കണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ഗുരു പറയുകയുണ്ടായി, മതം ഈശ്വരന്, മതത്തിന് പ്രമാണമല്ല, മതം നമുക്ക് പ്രമാണമല്ല, മതത്തിന് നമ്മളാണ് പ്രമാണം. മതത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് മതത്തിന് പ്രമാണമായിരിക്കുന്ന നമ്മളാണ്, അല്ലാതെ മതം അങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് പ്രമാണമല്ല എന്ന് പറയുക. അതാണ് യഥാർത്ഥത്തിലുള്ള യുക്തി. അങ്ങനെ യുക്തി അധിഷ്ഠിതമായ എന്നെക്കുറിച്ചുള്ള അന്വേഷണത്തെയാണ് ഇവിടെ ആധ്യാത്മികത എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ആധ്യാത്മികതയ്ക്ക് മറ്റൊരു മീനിങ് കൊടുക്കുകയാണ് എങ്കിൽ അവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ചില വിഷയങ്ങൾ കടന്നു വരേണ്ടി വരും. നമ്മുടെ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം, നമ്മളെ അടിച്ചേൽപ്പിച്ച അനേകം ആശയങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പലതുമുണ്ട്. ഇതിനെ എല്ലാത്തിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നാം യഥാർത്ഥത്തെ നോക്കി കാണാതെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ ആശയങ്ങളെ തിരയുമ്പോൾ അത്തരത്തിലുള്ളൊരു ദൈവത്തെ നമ്മൾ തേടുകയും ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടുപിടിച്ചു എന്ന് വരാം. അപ്പോഴും ഉള്ള പ്രശ്നം എന്തെന്നാൽ അപ്പോഴും കണ്ടുപിടിക്കുന്നവൻ, കാണുന്നവൻ, അറിയുന്നവൻ മാറി നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ്
മുറിച്ച് മാറ്റപ്പെട്ട ഒരു മരത്തിൻ്റെ കൊമ്പ് ഉണങ്ങി അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എന്നിൽ വസിക്കാത്തവൻ എന്നുള്ള ബൈബിളിൻ്റെ അദ്വൈതപരമായിട്ടുള്ള വീക്ഷണം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. എന്നിൽ വസിക്കാത്തവൻ, ഞാൻ ആ ആത്മചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. മറ്റൊരു സ്ഥലത്തും അത് പറയുന്നുണ്ട്, ഒരു മുന്തിരിച്ചെടിയുടെ ശാഖ അതിൻ്റെ ജീവശ്രോതസ് മുന്തിരിച്ചെടിയാണെന്ന് അറിയുന്നത് പോലെയാണ് ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള വീണ്ടും ജനനം, ആ ബന്ധവും വീണ്ടും ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു അറിവ്. അപ്പം മുന്തിരിച്ചെടിയുടെ ശാഖ അതിൻ്റെ ജീവശ്രോതസ് മുന്തിരിച്ചെടിയാണെന്ന് അറിയുന്നത് പോലെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാണ്, എൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ള അദ്വൈതപരമായ ഒരറിവിനെയാണ് ശുദ്ധമായ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ ആധ്യാത്മികതയാണ് യുക്തിയിൽ നിന്നൊക്കെ മാറ്റി വിശ്വാസത്തിൻ്റെ മേമ്പൊടി ചേർത്ത് പലതരത്തിലുള്ള തട്ടിപ്പുകളും മറ്റു പലതുമൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഓരോരോ മതങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉപനിഷത്തുക്കളും അതുപോലെ തന്നെ ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ ഇത്തരം ആശയങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും അത്തരം ആശയങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധി സൂക്ഷ്മത കുറഞ്ഞിട്ടുള്ള ആൾക്കാർ പലപ്പോഴും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ചിന്തകളുടെ വികലത അതിൽ വരികയും അതിൻ്റെ യഥാർത്ഥ സത്ത നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇവിടെ ആധ്യാത്മികത എന്നത് എന്നെ സംബന്ധിച്ചത്, അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നെ കണ്ടെത്തുന്നത്. ഞാൻ എന്ന് പറയുന്ന അത് ഈ കാലവുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ഇല്ലാത്ത കാലത്തിനകത്ത് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ട് മുറിയിൽ തേടുന്നത് പോലെ ഇല്ലാത്ത വെറും നിഴലായ എന്നെ തേടുക എന്നുള്ളൊരു വിരോധാഭാസം ചിലപ്പോഴൊക്കെ ആധ്യാത്മികതയിൽ കടന്നു വരാറുണ്ട്. ഞാനെന്നുള്ളത് വെറും ആശയം മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ ശരിയായിട്ട് ആലോചിച്ച് നോക്കും. അപ്പോൾ എന്നെ പ്രകാശിപ്പിക്കുന്ന ആ പരമമായ എൻ്റെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് അതിലേക്കാണ് നാം വരേണ്ടത്. അതുകൊണ്ടാണ് ഗുരു ഒരു സ്ഥലത്ത് പറയുന്നത്, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമല്ല അറിവാകുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അറിവെന്ന് പറയുന്നതിനെയാണ് ജ്ഞാനമെന്നും ദൈവമെന്നും മോക്ഷമെന്നും മുക്തിയെന്നും ഒക്കെ പല പേരുകളിൽ പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് ഏകം സത് വിഭ്രാ ബഹുധാ വദന്തി, സർവേശ്വരൻ ഏകനാണ്. അതിനെ പല മതങ്ങളിലൂടെ പല പ്രകാരത്തിൽ പലര് കണ്ടെത്തുമ്പോഴും ചെന്നെത്തുമ്പോഴും മമവർമ്മ അനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശക എന്ന് ഭഗവത്ഗീത പറയും. എൻ്റെ ഉള്ളിലുള്ള ആ ഏകമായ സത്യത്തെ പല വിധത്തിലാണ്, അതാണ് മമവർമ്മ അനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശ. അല്ലയോ പാർത്ഥ, മനുഷ്യർ പല പ്രകാരത്തിലാണ് എൻ്റെ അന്തസത്തയെ തേടുന്നത്. പക്ഷേ എൻ്റെ അന്തസത്ത ഒന്നാണ്. അവർ തേടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ ആ ഏകത്വത്തിലേക്ക് എത്തിച്ചേരണമെന്നില്ല. മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട് ഭഗവത്ഗീത, വ്യക്തിമാപന്നം മന്യന്തേ, ചിലരെല്ലാം വിചാരിക്കുന്നത് ഞാൻ വ്യക്തിയാണ് എന്നാണ്. സത്യത്തിൽ ഞാൻ വ്യക്തിയല്ല, നാമരൂപ വിഹീനമായിട്ടുള്ള എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് എന്ന് വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു കളറ് ചേർക്കാൻ കഴിയുക? ശുദ്ധമായ ആധ്യാത്മികത എന്ന് പറയുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള കൂടിച്ചേരലുകളുമില്ല. അത് എൻ്റെ സ്വരൂപമാണ്. ഞാൻ എന്നെ തേടി കണ്ടെത്തുക എന്നുള്ള ഒരു യഥാർത്ഥമായ സീരിയസ് ആയിട്ട് ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ, തേടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അന്തസത്തയിലേക്കാണ്, നമ്മിലേക്കാണ് വരുന്നത്. ഉപനിഷത്തിലൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഒരു കടലിൻ്റെ തീരത്ത് നങ്കൂരമിട്ട കപ്പലിൻ്റെ പായ്മരത്തിൽ കയറിയിരുന്ന ഒരു പക്ഷി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും കപ്പൽ നങ്കൂരം വിട്ട് ഉൾക്കടലിലേക്ക് പോവുകയും ചെയ്തു. ഉൾക്കടലിൽ ചെന്നപ്പോഴാണ് ഈ പക്ഷി ഉണരുന്നത്. അത് തീരം തേടി പറക്കുകയും തീരം കാണാതെ വീണ്ടും ആ പായ്മരക്കൊമ്പിൽ വന്ന് വിശ്രമിക്കുന്നത് പോലെ, അഭയം തേടുന്നത് പോലെ പല തരത്തിൽ വെളിയിൽ അലഞ്ഞ് ജീവൻ ഒടുവിൽ തൻ്റെ തന്നെ അഭയസ്ഥാനമായ തൻ്റെ കേന്ദ്രസത്തയായ തന്നിലേക്ക് തന്നെ തിരികെ വരേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ശുദ്ധമായ ആധ്യാത്മികത എന്തെന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക, അവനവനെ തേടുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക.